എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്? ചോദിക്കുന്ന ഘട്ടത്തിലൊക്കെ എൻ്റെ ശബ്ദമാണോ താങ്കളുടെ ശബ്ദമാണോ എന്ന് ചോദിക്കുമ്പോൾ അതിന് നേരിട്ട് മറുപടി പറയാതെ മാധ്യമങ്ങളോട് ഞാൻ നിയമപരമായി നേരിട്ടോളാം എന്ന് പറയുന്നു. ഞാൻ നിയമപരമായി നടപടികൾ സ്വീകരിക്കാൻ തുടങ്ങുന്നതല്ലേ ഉള്ളൂ, അപ്പോൾ കാണാം അതെങ്ങോട്ട് പോകും എന്നൊക്കെയുള്ള മറുപടികളാണ് കഴിഞ്ഞ ദിവസവും പറഞ്ഞത്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പാലക്കാട്ട് വീട് തോറും കയറി വോട്ട് ചോദിക്കുന്നു. നേതൃത്വത്തിന്റെ അതൃപ്തി ഉണ്ടെങ്കിലും എനിക്ക് 2 കാലിൽ നിൽക്കാൻ പ്രാപ്തിയുള്ളിടത്തോളം കാലം ഞാൻ വീടുകൾ കയറി വോട്ട് ചോദിക്കുമെന്ന് മറുപടി പറയുന്നു. അങ്ങനെയൊക്കെ നിൽക്കുമ്പോഴാണിതാ അതിജീവിത നേരിട്ടെത്തി രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകുന്നത്. അന്വേഷണ സംഘത്തിന് തുടർ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന തരത്തിൽ പ്രാപ്തിയുള്ള പരാതി തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ ആ നിലയിലുള്ള തുടർ നടപടി അടുത്ത് തന്നെ പ്രതീക്ഷിക്കാം അല്ലേ? വിജയകുമാർ, ഉറപ്പായിട്ടും. കാരണം 2 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, ഈ വിവാദങ്ങളുടെ സീരീസിൽ ഏതെങ്കിലും തരത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തിന് രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് എത്താൻ കഴിയാതെ പോയതിന്റെ പ്രധാനപ്പെട്ട കാരണം ഒരു ഡയറക്റ്റ് പരാതി ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ ഇപ്പോൾ അത് സെക്കൻഡ് പാർട്ടി പരാതിയല്ല, അതൊരു ഫസ്റ്റ് പാർട്ടി പരാതിയായി രാഹുൽ മാങ്കൂട്ടത്തിന്റെ തലയിൽ ഒരു കുരുക്കായി അദ്ദേഹത്തിന് വലിയ തലവേദനയും പ്രതിസന്ധിയും ഉണ്ടാക്കുന്ന ഒരു കാര്യമായി ഇപ്പോൾ മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. മാത്രവുമല്ല, ഈ പെൺകുട്ടിയുടെ ശബ്ദരേഖകളാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ, ഈ അതിജീവിതയുടെ ശബ്ദരേഖയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രചരിപ്പിച്ചത്. ആ ശബ്ദരേഖയിൽ തന്നെ കൃത്യമായി പറയുന്നുണ്ട്, അതിലൊന്ന്, ഗർഭം ധരിക്കാനും ഗർഭചിത്രത്തിനും നിർബന്ധിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ് എന്നുള്ള കാര്യം അത് ആ ശബ്ദരേഖയിൽ വാട്സ്ആപ്പ് സ്ക്രീൻഷോട്ടിലൊക്കെ ആവർത്തിച്ച് പറയുന്നുണ്ട്. അതിന് മറുപടിയില്ലാത്ത മറുതലയ്ക്കുള്ള ശബ്ദവും നമ്മൾ കേട്ടതാണ്. അപ്പോൾ സ്വാഭാവികമായും ഈ പെൺകുട്ടി നൽകിയിരിക്കുന്ന പരാതിയിൽ ഈ കണ്ടന്റുകൾ തന്നെയാണ് വരാനുള്ള സാധ്യത. അങ്ങനെയാണെങ്കിൽ ഈ അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ അത് രാഹുൽ മാങ്കൂട്ടത്തിന് വലിയ തലവേദനയാകും. മാത്രമല്ല, ഒരു പക്ഷേ കോടതിയിലൊക്കെ പോയി അദ്ദേഹത്തിന് ഒരു വലിയ ചലഞ്ചൊക്കെ നടത്താമെങ്കിൽ കൂടി ഈ ഘട്ടത്തിൽ അത് രാഹുൽ മാങ്കൂട്ടത്തിലെ, അതായത് പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയാൽ അത് തുടർ നടപടികളിലേക്ക്, അതൊരു പക്ഷേ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കാനുള്ള സാധ്യത അത് വളരെ കൂടുതലാണ്. കാരണം ഇതിന് പ്രത്യക്ഷമായി ചില ശബ്ദരേഖ ഉൾപ്പെടെയുള്ള തെളിവുകൾ അത് ഈ പെൺകുട്ടിയുടെ പക്കലുണ്ട്. അത് ആ പെൺകുട്ടി അന്വേഷണ സംഘത്തിന് കൈമാറുകയും ചെയ്യും. ഇനി രണ്ടാമത്തേത് പൊളിറ്റിക്കലാണ്. അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതിക്കലെത്തി നിൽക്കുന്നു, നിയമസഭാ തെരഞ്ഞെടുപ്പിന് വളരെ മാസങ്ങൾ മാത്രം അടുത്തു നിൽക്കുന്നു. ഈ സാഹചര്യത്തിൽ കോൺഗ്രസിനെ അപ്പാടെ രാഹുൽ മാങ്കൂട്ടത്തിൽ കൂടുതൽ പ്രതിരോധത്തിലാക്കിക്കൊണ്ടാണ് ഈ തീരുമാനം ആ പെൺകുട്ടിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. കേവലം അന്വേഷണ സംഘത്തിനോ പോലീസ് സ്റ്റേഷനിലോ ബൈമെയിലോ നൽകുന്ന പരാതിയല്ല, സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയെ തന്നെ നേരിൽ കണ്ട് ഏതാണ്ട് 8 മിനിറ്റോളം സമയം മുഖ്യമന്ത്രിയുടെ കാര്യങ്ങൾ ധരിപ്പിച്ച് അങ്ങനെ വരുന്നൊരു പരാതിയാണ്. അപ്പോൾ അതിനെ ആ ഗൗരവത്തിൽ സ്വാഭാവികമായും സർക്കാരും മുഖ്യമന്ത്രിയും കാണും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. മാത്രമല്ല, ഇവിടെ ഈ അന്വേഷണ സംഘത്തിന് മുന്നോട്ടുള്ള വഴി തെളിഞ്ഞതിനപ്പുറത്തേക്ക് രാഷ്ട്രീയമായി ഇത് കോൺഗ്രസിന് വലിയ തലവേദന ഉണ്ടാക്കുന്ന കാര്യമായി മാറുകയും ചെയ്യും. അതിൽ തന്നെ സുപ്രധാനം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ എന്താണ് തീരുമാനമെന്ന് കോൺഗ്രസ് നേതാക്കളോട് ചോദിക്കുമ്പോൾ ചില നേതാക്കൾ ഒഴിഞ്ഞു മാറുന്നത് കണ്ടു. പക്ഷേ VD സതീശനും രമേശ് ചെന്നിത്തലയും മാത്രമാണ് വളരെ സ്ട്രൈറ്റ് ഫോർവേഡായി അയാൾ പാർട്ടിയുമായി ബന്ധമില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നത്. ഇതിനപ്പുറത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ വളരെ കോൺഫിഡൻസോടുകൂടി കഴിഞ്ഞ ദിവസവും നടത്തിയ പ്രതികരണത്തിൽ നേതാക്കൾ തന്നോട് പാർട്ടി പരിപാടിയിൽ പങ്കെടുക്കണമെന്നും പറഞ്ഞിട്ടില്ല, പങ്കെടുക്കരുതെന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ പാലക്കാട്ടെ തനിക്ക് വേണ്ടി മത്സരിച്ച, തനിക്ക് വേണ്ടി പ്രവർത്തിച്ച ആളുകൾക്ക് വേണ്ടി താൻ പ്രവർത്തിക്കുന്നു എന്നൊക്കെ പറഞ്ഞൊരു കോൺഫിഡൻസ് അത് നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുഖത്ത് കണ്ടതാണ്. പക്ഷേ ഇപ്പോൾ ഈ സാഹചര്യത്തിൽ ഈ മൊമെന്റ് മുതൽ അത് മാറുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് ഇതുവരെ അദ്ദേഹം ഉയർത്തിയിട്ടുള്ള, കോൺഗ്രസ് ഉയർത്തിയിട്ടുള്ള, രാഹുൽ മാങ്കൂട്ടത്തിന്റെ അനുഭാവികൾ സോഷ്യൽ മീഡിയയിൽ ഉയർത്തിയിട്ടുള്ള ഒരു ചോദ്യം, ആരാണ് പരാതിക്കാരി, ആരാണ് ആ പെൺകുട്ടി, അവർക്ക് മുഖമുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യമാണ്. എന്നാൽ ആ പെൺകുട്ടിക്ക് ഒരു മുഖമുണ്ടായിരിക്കുന്നു. ആ പെൺകുട്ടി മുഖ്യമന്ത്രിക്ക്, സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിക്ക് തന്നെ നേരിട്ട് പരാതി നൽകിയിരിക്കുന്നു. ആ പരാതി ഉടൻ തന്നെ ക്രൈംബ്രാഞ്ച് പ്രത്യേക സംഘത്തിന്, ക്രൈംബ്രാഞ്ച് SP ഷാജിയാണ് ഇതിന്റെ അന്വേഷണം നടത്തുന്നത്, ഷാജിക്ക് കൈമാറും. അങ്ങനെയാണെങ്കിൽ അന്വേഷണ സംഘം തൊട്ടടുത്ത മണിക്കൂർ മുതൽ വളരെ പ്രധാനപ്പെട്ട നീക്കങ്ങളിലേക്ക്, പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തണം, ചില തെളിവുകൾ ശേഖരിക്കണം. നേരത്തെ, അതായത് ആദ്യഘട്ട അന്വേഷണത്തിൽ സംസ്ഥാനത്തിന് പുറത്തെ ചില ആശുപത്രികളൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ ക്രൈംബ്രാഞ്ച് സംഘം അന്വേഷണം നടത്തിയെങ്കിലും കോടതിയിലേക്ക് കൊണ്ടുപോകാൻ ആശുപത്രിയിലെ വിവരങ്ങൾ, അത് ഈ പറയുന്ന ഗർഭചിത്രവുമായി ബന്ധപ്പെട്ട ആശുപത്രിയുടെ വിവരങ്ങൾ കൺസേൺഡ് രോഗിയുടെ സമ്മതപ്രകാരമല്ലാതെ കോടതിയുടെ മുൻപിലേക്ക് കൊണ്ടുവരാൻ കഴിയുമായിരുന്നില്ല. പക്ഷേ അതടക്കമുള്ള കാര്യങ്ങൾക്ക് ഇപ്പോൾ ആ ഒരു തടസ്സം മാറുകയാണ്. പെൺകുട്ടി മൊഴി നൽകിയ സാഹചര്യത്തിൽ ആ പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഈ കേസ് മുന്നോട്ട് പോകും. എന്തൊക്കെ ഗുരുതര സ്വഭാവത്തിലുള്ള കണ്ടന്റ് ഈ പരാതിയിലുണ്ട് എന്നുള്ള കാര്യം ഇപ്പോഴും നമുക്കറിയില്ല. അതിലൊക്കെ ഒരു സ്ഥിരീകരണം, ആ പരാതിയുടെ വിശദാംശങ്ങളിൽ ഒരു സ്ഥിരീകരണം നമുക്ക് ആവശ്യമായിട്ടുണ്ട്. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ച്, എസ്പെഷ്യലി രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് അദ്ദേഹം ഇതുവരെ പറഞ്ഞ ന്യായങ്ങൾക്ക് ഒരു തിരിച്ചടിയാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ കോടതിയിലടക്കം പോയി അദ്ദേഹത്തിന് ചലഞ്ച് ചെയ്യാം. പക്ഷേ അതല്ല ഈ മിനിറ്റിലെ, ഈ മൊമെന്റ് ഓഫ് ടൈമിലെ ഒരു പ്രധാനപ്പെട്ട സംഭവം. ആ പ്രധാനപ്പെട്ട സംഭവം ഇതുവരെ മുഖമില്ലാത്ത, ഇതുവരെ പേടിച്ചിരുന്ന പെൺകുട്ടി ഇപ്പോൾ നിയമപരമായിട്ടുള്ള നീക്കത്തിന്, നിയമപരമായിട്ടുള്ള പോരാട്ടത്തിന് ഇറങ്ങിയിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ മുന്നിൽ തന്നെ പരാതി നൽകി ഇറങ്ങിയിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ക്രൈംബ്രാഞ്ച് സംഘത്തെ സംബന്ധിച്ചിടത്തോളം
സംബന്ധിച്ചിടത്തോളം ഇതുവരെ ശേഖരിച്ചു വെച്ച തെളിവുകൾ അടക്കമുള്ള കാര്യങ്ങൾ ഈ തുടരന്വേഷണത്തിൽ സഹായകമായി മാറുകയും ചെയ്യും. വിജയകുമാർ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.